നെക്സ്റ്റ് നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കുന്നു. വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് ടെൻസ് ടു എ എസ് ബി ബി ബാർ എ. ഈ ഒരു സിംഗിൾ പ്രൊഡക്ഷനേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു പ്രൊഡക്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സി എഫ് ജി ജി എൻ എഫ് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇതിന് രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ടെൻസ് ടു എ എസ് ബി ബിയും എസ് ടെൻസ് ടു എ. അപ്പോൾ ഇത് രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജി എൻ എഫ് ഫോമിലാണ്. പക്ഷേ ഇത് ജി എൻ എഫ് ഫോമിലാണോ? അല്ല. എന്തുകൊണ്ട് ജി എൻ എഫ് ഫോമിലല്ല? എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടെർമിനൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം എന്തായിരിക്കണം? നോൺ ടെർമിനൽസ് എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇത് നോൺ ടെർമിനൽസ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ അവിടെ എഴുതുന്നു എന്തായി? ഇതിനെ ചേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതും? എസ് ടെൻസ് ടു എ എസ് ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി, രണ്ട് ക്യാപിറ്റൽ ബി. എസ് ടെൻസ് ടു എ ക്യാപിറ്റൽ ബി ടെൻസ് ടു ബി. ഈ പ്രൊഡക്ഷൻസിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഇങ്ങനെയാക്കി മാറ്റും. ഇവിടെ രണ്ട് ബി ഉണ്ടേ, അപ്പോൾ രണ്ട് ബി ആക്കി നമ്മൾ മാറ്റുന്നു. അപ്പോൾ എന്തായി? എല്ലാ പ്രൊഡക്ഷനും എന്ത് ഫോമിലായി? ജി എൻ എഫ് ഫോമിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി ഡി എ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പി ഡി എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് ക്യൂ സീറോ എപ്സിലോൺ ഡെൽറ്റ ഓഫ് ക്യൂ സീറോ എപ്സിലോൺ Z0. സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു നമ്മൾ. Q1 സ്റ്റാർട്ട് സിമ്പിൾ ഏതായിരുന്നു? Z0. അപ്പോൾ എസ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ അടുത്ത നമ്മുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസ് ടെൻസ് ടു എ എസ് ബി ബി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ. ഡെൽറ്റ ഓഫ് Q1 കോമ നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ ഏതാണ്? ഇതാണ് എ എന്ന് പറയുന്നതാണ് ഇൻപുട്ട് സിമ്പിൾ. സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് എസ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് Q1 കോമ ബാക്കി വരുന്നത് ഏതാ? എസ് ബി ബി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ അടുത്ത പ്രൊഡക്ഷൻ തന്നെ എസ് ടെൻസ് ടു എ എന്ന് പറയുന്നത് എഴുതുന്നത് ഡെൽറ്റ ഓഫ് Q1 കോമ എ കോമ എസ്. എന്താണ്? എ കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്? എപ്സിലോൺ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തത് ബി ടെൻസ് ടു സ്മോൾ ബി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ. അതിനകത്ത് ഡെൽറ്റ ഓഫ് Q1 കോമ ബി കോമ ക്യാപിറ്റൽ ബി ഇസ് ഈക്വൽ ടു, അത് ബി കഴിഞ്ഞ് പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ എന്തായിരിക്കും? Q1 കോമ എപ്സിലോൺ. അപ്പോൾ നമ്മുടെ പോപ്പിംഗ് ഓപ്പറേഷൻസ്, ഇതും പോപ്പിംഗ് ഓപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ പുഷ് ചെയ്തതെല്ലാം പോപ്പ് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ഡെൽറ്റ ഓഫ് Q1 ഇനി ഒന്നും തന്നെ ഇല്ല. Z0 നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് QFലെത്തി. Z0 ഈസ് ദ സ്റ്റാക്ക് അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റിലെത്തി. ഇനി എന്ത് ചെയ്യണം? പി ഡി എയുടെ ടപ്പിൾസ് എഴുതണം. പി ഡി എയുടെ ടപ്പിൾ എന്താണ്? എം ഇസ് ഈക്വൽ ടു ക്യൂ സിഗ്മ ഗാമ ഡെൽറ്റ Q0 Z0 എഫ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ ക്യൂ യൂസ് ചെയ്തു? Q0 Q1 QF. ഓക്കെ, സിഗ്മ എന്ന് പറയുന്നത് എത്ര ഇൻപുട്ട് സിമ്പിൾ? എയും ബിയും മാത്രം. അതുപോലെ ഗാമ എന്ന് പറയുന്നതിനകത്ത് എസും ബിയും. ഓക്കെ, ഇതാണ് നമുക്ക് തന്ന സി എഫ് ജിയുടെ കറസ്പോണ്ടിങ് എന്തെന്ന് പറയുന്നത്? പി ഡി എ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ തന്നാലും ആദ്യം എന്ത് ചെയ്യുക? ഗ്രാമറിനെ ജി എൻ എഫ് ഫോം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ജി എൻ എഫ് ഫോം ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. ജി എൻ എഫ് ഫോം അല്ല എങ്കിൽ ആദ്യം ജി എൻ എഫ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് പി ഡി എ കാൽക്കുലേറ്റ് ചെയ്യുക. ജി എൻ എഫ് ഫോമിലേക്ക് ഒരു ഗ്രാമർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരു നോൺ ടെർമിനൽ ടെൻസ് ടു ടെർമിനൽ ആണോ എന്ന് നോക്കുക. അതുപോലെ ഒരു നോൺ ടെർമിനൽ ടെൻസ് ടു ഒരു ടെർമിനൽ, അതിൻ്റെ കൂടെ എനി നമ്പർ ഓഫ് 1 or more നമ്പർ ഓഫ് നോൺ ടെർമിനൽസ് ആ ഒരു ഫോമിൽ വരികയാണെങ്കിൽ ജി എൻ എഫ് ഫോമിലാണ്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇനിഷ്യൽ കണ്ടീഷനിൽ നമ്മുടെ സ്റ്റാക്കിനകത്ത് ഇൻപുട്ട്സ് ഒന്നുമില്ല. സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് Z0 ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ കൊണ്ടുവന്ന് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെക്കുക. അപ്പോൾ സ്റ്റാർട്ട് സിമ്പിൾ എസ് കൊണ്ടുവന്ന് പുഷ് ചെയ്തു. നമ്മുടെ ഈ എക്സാമ്പിളിനകത്തുള്ളത് എസ്.
ക്വസ്റ്റ്യൻ തരുന്ന അനുസരിച്ച് ഇനിഷ്യൽ സിമ്പിൾ ഏതാണോ, സ്റ്റാർട്ട് സിമ്പിൾ ഏതാണോ അത് കൊണ്ടുവന്ന് പുഷ് ചെയ്തു. ദെൻ അപ്പം മാത്രം സ്റ്റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. ദെൻ നെക്സ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്ഷൻ്റെ ഇൻപുട്ടും സ്റ്റാക്ക് ടോപ്പും അതുപോലെ പുഷ് ചെയ്യുന്നതും എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഇൻപുട്ട് സിമ്പിൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ടെർമിനൽ ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പിൾ. ദെൻ ആ പ്രൊഡക്ഷൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്ന നോൺ ടെർമിനലാണ് നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പ്. ദെൻ നമ്മൾ പുഷ് ചെയ്ത് വെക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ റൈറ്റ് സൈഡിൽ ടെർമിനൽ കഴിഞ്ഞു വരുന്ന നോൺ ടെർമിനൽസ് എത്ര എണ്ണം ഉണ്ടോ അതെല്ലാമാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെക്കുന്നത്. ഇനി എപ്പോഴാണ് സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ പോപ്പ് ചെയ്തെടുക്കുന്നത്? ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷനിൽ ഒരു നോൺ ടെർമിനലിൽ നിന്ന് ഒരു ടെർമിനലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം എന്താണ് അത് കഴിഞ്ഞിട്ട് ആ ടെർമിനൽ കഴിഞ്ഞിട്ട് ഒന്നും തന്നെ ഇല്ല എങ്കിൽ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യുന്നു മീനിങ് ആണ്. പോപ്പ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് Q1, എപ്സിലോൺ. അപ്പോൾ ഇനി എല്ലാം പോപ്പ് ചെയ്ത് പുഷ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ സ്റ്റാക്കിനകത്ത് Z0 ആണ് അതിൻ്റെ ടോപ്പ്, എപ്സിലോൺ ആണ് ഇൻപുട്ട്. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലേക്ക് വരും. ഫൈനൽ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ PDA ടപ്പിൾ എന്ന് പറയുന്നത് 7 ആണ്. അതിനകത്ത് ഏതൊക്കെയാണ് Q, ഏതൊക്കെയാണ് സിഗ്മ, ഏതൊക്കെയാണ് ഗാമ, ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ PDA ഡിസൈനിങ് ആയി. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസിഷൻ അൽഗോരിതം. ഡിസിഷൻ അൽഗോരിതം ഫോർ CFG. ഡെസിഷൻ അൽഗോരിതം ഫോർ CFG എന്ന് പറയുമ്പോൾ ഒരു അൽഗോരിതം പഠിക്കാനുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട. അൽഗോരിതം ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് അതെന്താണ് എന്നുള്ള സംഭവം മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഡിസിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക. അതാണ് ഡിസിഷൻ അൽഗോരിതം കൊണ്ട് തന്നിരിക്കുന്ന ഗ്രാമർ അല്ലെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, ഫൈനൈറ്റ് ആണോ നോൺ ഫൈനൈറ്റ് ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തെടുക്കുന്നതാണ് ഡിസിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ്, ഇപ്പോൾ ഗ്രാമർ എന്ന് പറയുന്നത് G ആണ്. ദെൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും LG. ഗ്രാമറിൻ്റെ ലാംഗ്വേജ് LG. ആ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഫൈനൈറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിന് ഫൈനൈറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ, ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ലാംഗ്വേജ് ഫൈനൈറ്റ് ആവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിനകത്ത് ഒരു സൈക്കിൾസും ഉണ്ടാവില്ല. നിങ്ങൾ മാത്സിൽ സൈക്കിൾസ് പഠിച്ചിട്ടുണ്ട്. സൈക്കിൾസ് മീനിങ് എന്താണ്? ഡേറ്റ സ്ട്രക്ചർ പഠിച്ചപ്പോഴും പറഞ്ഞതാണ്. സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്പിങ്ങിനെയാണ് നമ്മൾ സൈക്കിൾസ് എന്ന് പറയുക. അപ്പോൾ ലൂപ്പിംഗ് ഇല്ലാത്ത ഗ്രാഫ്, സൈക്കിൾ ഇല്ലാത്ത ഗ്രാഫ് ആണെങ്കിൽ ആ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഗ്രാമർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. മറിച്ച് നമുക്ക് ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് സൈക്കിൾസ് ഉണ്ടാവും. അപ്പോൾ സൈക്കിൾസ് ഉള്ള ഗ്രാമറിനെ നമ്മൾ ഇൻഫൈനൈറ്റ് ഗ്രാമർ എന്നും സൈക്കിൾസ് ഇല്ലാത്തതിനെ നമ്മൾ എന്തെന്ന് പറയും? ഫൈനൈറ്റ് ഗ്രാമർ എന്ന് പറയും. അപ്പോൾ അത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഡിസിഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട്. ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ലൂപ്പിംഗ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഡിസിഷൻ അൽഗോരിതം. ഇത് മോസ്റ്റ് ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഇപ്പോൾ 9 മാർക്ക് essay ക്വസ്റ്റ്യനിലാണെങ്കിൽ 9 മാർക്കിൽ 6 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 3 മാർക്കിൽ വേണമെങ്കിൽ ഡിസിഷൻ അൽഗോരിതം ഫോർ CFG എന്താണെന്ന് ചോദിക്കും. അല്ലാതെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും വരത്തില്ല. ഓക്കെ, ജസ്റ്റ് ഒരു പക്ക തിയറി പോർഷനായിട്ടാണ് ഡിസിഷൻ അൽഗോരിതം ഫോർ CFG നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഡിസിഷൻ അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഗ്രാമറിൻ്റെ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാൻ, ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിഷൻ അൽഗോരിതം. ഫൈനൈറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫിനകത്ത് സൈക്കിൾസ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? ഇസ് എ ഫൈനൈറ്റ്. സൈക്കിൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ഇൻഫൈനൈറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് LG എന്ന് പറയുന്നത് നോൺ എംപ്റ്റി ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റാർട്ട് സിമ്പിൾ ഉണ്ടാവും. ആ സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് സബ്സ്ട്രിങ് ഓഫ് ടെർമിനൽസ് ക്രിയേറ്റ് ചെയ്യുക, അതായത് ടെർമിനൽസ് പ്രൊഡക്ഷൻസ് വരിക. അപ്പോൾ അതെന്താവില്ല? നോൺ എംപ്റ്റി ആയിരിക്കും, എംപ്റ്റി ആവത്തില്ല.
അപ്പോൾ ഒരു ലാംഗ്വേജ് നോൺ എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാർട്ട് സിമ്പിൾ ഉണ്ടാവും. ആ സ്റ്റാർട്ട് സിമ്പിൾ ടെർമിനൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ എം ടി എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നോൺ എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റാർട്ട് സിമ്പിൾ ഉണ്ട്, അത് ടെർമിനൽസിനെ ജനറേറ്റ് ചെയ്യും. അൽഗോരിതം എന്ന് പറയുന്നത്, ഡിസിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ആണോ നോൺ ഫൈനൈറ്റ് ആണോ, ഇൻഫൈനൈറ്റ് ആണോ. ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളില്ല, ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സൈക്കിൾസ് ലൂപ്പ് വരാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻഫിനൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എസ് ടെൻസ് ടു എ ബി, A tends to BC bar A, B tends to C bar B, C tends to A. Okay. അപ്പോൾ ഈ ഒരു ഗ്രാമർ നമ്മൾ ഇൻഫൈനൈറ്റ് ആണോ ഫൈനൈറ്റ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നോൺ എം ടി ആണോ എം ടി ആണോ നോക്കും. നോൺ എം ടി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. കാരണം എന്താണ്, എസ് എന്ന് പറയുന്ന സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻസ് താഴേക്ക് ടെർമിനൽസിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താണ്, നോൺ എം ടി ആണ് അല്ലേ. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടുന്നത് ഫൈനൈറ്റ് ആണോ നോൺ ഫൈനൈറ്റ് ആണോ. അപ്പോൾ ഫൈനൈറ്റ് ആവണമെങ്കിൽ സൈക്കിൾ വരാൻ പാടില്ല, നോൺ ഫൈനൈറ്റ് ആണെങ്കിൽ സൈക്കിൾ വരണം. അപ്പോൾ ഈ കേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നതിന് എന്തൊക്കെയുണ്ട്, എ ബി എന്ന് പറയുന്ന നോൺ ടെർമിനൽസ് ഉണ്ട്. എ എടുത്തു കഴിഞ്ഞാൽ അതിന് ഏതൊക്കെയുണ്ട്, സി ഉണ്ട്, ദെൻ ബിയിലേക്കും പ്രൊഡക്ഷൻ ഉണ്ട് അല്ലേ. ബി എടുത്തു കഴിഞ്ഞാൽ അതേപോലെ എക്ക് വേറൊരു ടെർമിനൽ പ്രൊഡക്ഷനും കൂടെ ഉണ്ട്, ടെർമിനൽ പ്രൊഡക്ഷൻ. ബി എടുത്തു കഴിഞ്ഞാൽ അതിന് സിയിലേക്കും ഉണ്ട്, ദെൻ ഒരു ടെർമിനൽ പ്രൊഡക്ഷനായ ബി ഉണ്ട്. സി എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്, ഒരു ടെർമിനൽ പ്രൊഡക്ഷനായ എ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനൊന്നും തിരിച്ചെങ്ങോട്ടും കയറി പോകുന്നത്, അതായത് എസിൽ നിന്ന് നേരെ എയിലേക്കും ബിയിലും. എ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ബിയിലേക്ക് പോവും, അല്ലെങ്കിൽ സിയിലേക്ക് പോവും, അല്ലെങ്കിൽ ടെർമിനലായ എയിലേക്ക് വരും. ബിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ സിയിലേക്ക് പോകും, അല്ലെങ്കിൽ ടെർമിനൽ ബിയിലേക്ക് പോകും. സി എടുത്തു കഴിഞ്ഞാൽ നേരെ എന്തിലേക്ക് വരും, എയിലേക്ക് വരും. അപ്പോൾ ഇതിലെന്തില്ല, ലൂപ്പിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നില്ല. അപ്പോൾ ഇതെന്തായിരിക്കും, ഫൈനൈറ്റ്. ഓക്കെ, ഫൈനൈറ്റ് ആയിരിക്കും. അതായത് എല്ലാം അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് താഴേക്ക് പോവാണ്, തിരിച്ചൊന്നും മുകളിലേക്ക് വന്ന് ലൂപ്പ് ചെയ്ത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, ഫൈനൈറ്റ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എസ് ടെൻസ് ടു എ ബി, എ ടെൻസ് ടു ബി സി ബാർ എ, ബി ടെൻസ് ടു സി സി ബാർ ബി, സി ടെൻസ് ടു എ ബി ബാർ സി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എസ് ടെൻസ് നേരത്തെ നമ്മൾ വരച്ച കണക്ക് നമുക്ക് വരയ്ക്കാം, എസ് ടെൻസ് ടു എയും ബിയും അല്ലേ. എ എടുത്തു കഴിഞ്ഞാൽ എക്ക് പിന്നെ ബി സി ഉണ്ട്, അതുപോലെ ബിയിലേക്കുണ്ട് അല്ലേ. അതുപോലെ ഒരു ടെർമിനലുണ്ട് എ. ബി എടുത്തു കഴിഞ്ഞാൽ അതിന് സിയിലേക്കും ഉണ്ട്, ദെൻ കറസ്പോണ്ടിങ് എന്താണ് നമ്മുടെ സിയിലേക്ക് തന്നെ നമ്മൾ സി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ വരും, ദെൻ ബി എന്ന് പറയുന്ന ടെർമിനൽ വരും. സിന്ന് എടുക്കുകയാണെങ്കിൽ, സി എന്ന് പറയുന്ന ടെർമിനലിൽ എടുക്കുകയാണെങ്കിൽ ഇത് നേരെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, സിയിൽ നിന്ന് എയിലേക്കും സിയിൽ നിന്ന് ബിയിലേക്കും അല്ലേ. എന്നിട്ട് സിയിൽ നിന്ന് വേറൊരെണ്ണം ടെർമിനൽ. അപ്പോൾ ഇതെന്താണ്, സിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് വീണ്ടും പ്രൊഡക്ഷൻ വരിക, സിയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ ബിയിൽ നിന്ന് വീണ്ടും പ്രൊഡക്ഷൻ വരിക. അപ്പോൾ ഓൾറെഡി നമ്മൾ സിയിൽ എയും ബിയും ഒക്കെ കഴിഞ്ഞാണ് സിയിൽ വന്നിരിക്കുന്നത്, വീണ്ടും ലൂപ്പ് ചെയ്ത് ബിയിലേക്കും എയിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് പറയും, ഇത് നോൺ എം ടി ആണ്, ബട്ട് ഇതെന്താണ്, ഇൻഫൈനൈറ്റ് ആണ്. കാരണം ഇവിടെ എന്തുണ്ട്, ലൂപ്പ്. അതായത് നമ്മൾ എക്കും ബിക്കും വാല്യൂസ് കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ എന്താണ്, തിരിച്ച് വീണ്ടും എ ബി ആണ്. അപ്പോൾ തിരിച്ച് വീണ്ടും മുകളിലേക്ക് പോയി വീണ്ടും പ്രൊഡക്ഷൻ ഒന്നേന്ന് ചെയ്തു വരും. അപ്പോൾ അങ്ങനെ ലൂപ്പിംഗ് വരുന്നുണ്ട്, സൈക്കിൾസ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയും, ഇൻഫൈനൈറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്.